പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരള ആധ്യാത്മികതയുടെ ഏറ്റവും പുതിയ അധ്യായമാണ് ഉടമ്പടി ജീവിതചര്യ. ഉടമ്പടി എടുക്കുന്നവർ തന്നെ രണ്ട് തരമുണ്ട്. സാധാരണ ഉടമ്പടി എടുത്ത് പോകുന്നവരും പിന്നീട് ഉടമ്പടി ജീവിക്കുന്നവരും. ഉടമ്പടി എടുത്തു പോകുന്നവർ ഫങ്ഷണറീസും ഉടമ്പടി ജീവിക്കുന്നവർ മിഷണറീസുമാണ്. എല്ലാവർക്കും മിഷണറീസ് ആകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം അതൊരു മിഷണറി ആവുക എന്ന് പറഞ്ഞാൽ അതൊരു വിളിക്കുള്ളിലെ വിളിയാണ്. ദൈവത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിന് ആത്മാവിൽ അങ്ങനെ പ്രേരണ ഉണ്ട്, എനിക്ക് ദൈവസ്നേഹമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പുതിയ പുതിയ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും പുതിയ സ്നേഹത്താൽ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്റ്റാറ്റിക്കായിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല. ഓരോ പ്രഭാതത്തിനും പുതിയ സ്നേഹത്തെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിലാപങ്ങൾ 3:22 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. വാർദ്ധക്യം എന്ന് പറയണത് എന്താ? വാർദ്ധക്യം എന്ന് പറയണത് എന്താണ്? യഥാർത്ഥത്തിൽ ബയോളജിക്കലായിട്ടുള്ള ഫിനോമിന എന്താണ്? ഓൾഡ് ഏജ്, ഗെറ്റിംഗ് ഓൾഡ് എന്ന് പറയുന്ന ആ വാർദ്ധക്യ പ്രതിഭാസം എന്താണ്? പുതിയ കോശങ്ങളുണ്ടാകുക. കോശങ്ങൾ റിജുവിനേറ്റ് ചെയ്യുന്നില്ല. അതിനാണ് ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്നൊക്കെ ഇവർ പറയണത്. കോശങ്ങളെ പുനർജീവിക്കുന്നില്ല, പഴയ കോശങ്ങൾ അങ്ങനെ. അതുകൊണ്ടാണ് ഞെറികളൊക്കെ വീഴുകയും ചിരങ്ങളൊക്കെ വരികയും ചെയ്യും. കോശങ്ങൾ 10, 80, 85 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോശങ്ങൾ ഉണ്ടാകുന്നില്ല. ചിലർക്ക് പാരമ്പര്യം കൊണ്ട് 97 വയസ്സ് വരെയൊക്കെ അങ്ങനെ ജീവിച്ചു പോകുന്നെങ്കിലും പുതിയ കോശങ്ങൾ ഉണ്ടാകാത്തതാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. പുതിയ സ്നേഹം അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഓരോ പ്രഭാതത്തിലും അവിടുന്ന് പുതിയ സ്നേഹം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തു. അപ്പം പുതുതായിട്ട് നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടാകണില്ല. പുതിയ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ പുതിയ ശുശ്രൂഷകളുണ്ടാകും, പുതിയ പ്രാർത്ഥനകളുണ്ടാകും, പുതിയ വചനവായനകളുണ്ടാകും, പുതിയ വചനങ്ങളുണ്ടാകും, പുതിയ സ്വപ്നങ്ങൾ വരും, പുതിയ ദർശനങ്ങൾ വരും. ആൾക്കാരിങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് പുതുക്കലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആധ്യാത്മിക വാർദ്ധക്യത്തിലാണ്. ഇത് വലിയ അപകടകരമായൊരവസ്ഥയാണ് ആധ്യാത്മിക വാർദ്ധക്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഔസേപ്പച്ചൻ പുതുമന എന്ന് പറഞ്ഞ സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഷാലോമിൽ എൻ്റെ ഒരു സുഹൃത്ത് ജയ്മോൻ വിളിച്ച് പറഞ്ഞു, ഔസേപ്പച്ചൻ ബ്രദറിന് ഭയങ്കര കിടിലിനൊരു ഉടമ്പടി സാക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഔസേപ്പച്ചൻ ബ്രദറിൻ്റെ സാക്ഷ്യം ഞാൻ പണ്ട് കേട്ടിട്ടുള്ള ആളാണ്. കാര്യം ഇദ്ദേഹം പഴയൊരു സുവിശേഷകനാണ്. ജനലക്ഷങ്ങളെ കർത്താവിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള സുവിശേഷ സാക്ഷ്യമുള്ള ആളാണ്. കാര്യം അത് ഞാൻ പണ്ട് കടലോരത്ത്, നിങ്ങൾക്കിവിടെ കുറച്ച് പേർക്കെങ്കിലും അറിയാം, 90കളിലെ കടലോരത്ത് കൺവെൻഷൻ നടത്തുമായിരുന്നു. 90 തൊട്ട് 2000 വരെ. ഒരു ദിവസം മുഴുവൻ കടലിൽ പോയി വള്ളങ്ങളെല്ലാം വെഞ്ചരിക്കും. 5 ദിവസം കടലിൻ്റെ കരയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് കൂടി കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഭജന പ്രഘോഷകരെയൊക്കെ വിളിച്ച് വരുത്തി സുവിശേഷം പ്രസംഗിപ്പിക്കും, ധ്യാനം നടത്തും. അപ്പം അന്ന് ഞാൻ വിളിച്ച ഒരാളാണ് ഈ ഔസേപ്പച്ചൻ പുതുമന. അപ്പം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എനിക്കറിയാം. അദ്ദേഹം കാവേരി ബാറെന്നും പറഞ്ഞൊരു വലിയൊരു ബാർ നടത്തിയിരുന്ന ആളാണ്.
അപ്പോൾ അദ്ദേഹം മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി. അദ്ദേഹം കർത്താവിനെ അതൊരു നാമമാത്രമായ ക്രൈസ്തവനായിട്ടും എന്നാൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു പോകുന്ന ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്, കുഴപ്പക്കാരനല്ല. എങ്കിലും കർത്താവിനെ അറിയേണ്ട പോലെ അറിഞ്ഞില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ അറിയേണ്ട പോലെ അറിയാത്തടത്തോളം കാലം നമ്മൾ ദൈവത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്ത് ജീവിക്കും. അതുകൊണ്ട് എപ്പോഴും സുവിശേഷം പറയും, ഒരു യു ടേൺ എടുക്കേണ്ടി വരുമെന്ന് പറയും. ഇപ്പം ഉടമ്പടി എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനിവിടെ നിങ്ങളോട് പറയും, അവൻ പറയണ പോലെ ചെയ്ത് ജീവിക്കുക. സിമ്പിളാണ്. കാര്യം നമ്മൾ ഇവിടെ നടത്തുന്നതും ആൾക്കാർ ജീവിക്കുന്നതും എന്താണ്? മരിയൻ ഉടമ്പടി എന്ന് പറയും. ഉടമ്പടി പലതരത്തിലുണ്ട്. കുർബാന ഒരു ഉടമ്പടിയാണ്, നമുക്കറിയാം. എബ്രാഹത്തിനോട് ചെയ്തത് ഉടമ്പടിയാണ്. എബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടിയിലാണ് ഈ വാഗ്ദാന നാടെന്നുള്ള സത്യം വരണത്. പാലസ്തീൻ പ്രോബ്ലമൊക്കെ ഉണ്ടാകുമ്പോൾ സാഹോദര്യത്തിൻ്റെ ഒരു കാലം എല്ലാവർക്കും പാലസ്തീൻ ജനതയ്ക്കും അവരുടെ അവകാശമുണ്ട്. അവിടെ കുഞ്ഞുങ്ങൾ ജനിക്കണം, അവർ വളരണം, മാന്യമായി ജീവിക്കണം. അതും ദൈവത്തിൻ്റെ ആവശ്യമാണ്. അപ്പം അതൊരു യുദ്ധത്തിലൂടെ അത് നിറവേറ്റുന്നതിനുള്ളക്കുപരി ഈ എല്ലാ ജനതകളും വിശുദ്ധ ഗ്രന്ഥത്തെ ഒഴിവാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മസിൽ പ്രയോഗം നടത്താൻ തീരുമാനിക്കുമ്പോഴാണ് വെടിവെച്ച് നിലക്കാത്ത ഒരു ലോകം നമുക്ക് കിട്ടണത്. ഇപ്പോൾ പുതിയൊരു കാലവും പുതിയൊരു സമാധാനവും അവർക്കൊരു ഇരിപ്പിടവും കിട്ടാൻ വേണ്ടി, ന്യായമായ ഇരിപ്പിടം കിട്ടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വെച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിലൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് ദൈവത്തിന് കൂടി മനസ്സിലാകണം. അതെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അതനുസരിച്ച് ദൈവത്തിന് ഇപ്പം നമ്മൾ പ്രെയർ ചെയ്യുകയാണ് എന്ന് ദൈവത്തിന് മനസ്സിലാകണം. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ആ പ്രെയറിൽ ദൈവം ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് വൈസ് റിച്ച് ആണെങ്കിൽ ദൈവത്തിന് മനസ്സിലാകും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നുള്ളത്. അതിനകത്ത് ആപ്ലിക്കേഷൻസ് മാത്രമാണെങ്കിൽ അത് നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തിന് മനസ്സിലാകത്തില്ല. കാര്യം അങ്ങനെ ദൈവത്തിൻ്റെ ബ്രെയിനിൽ അത് സേവ് ആയിട്ടില്ല. എങ്ങനെ വൈറ്റി പൈപ്പിന് വേണ്ടി വൈറ്റായിട്ടടിച്ച് പാടുന്ന പാട്ടാണ്, വൈറ്റായിട്ടടിച്ച് പാടുന്ന പാട്ടാണ് പ്രാർത്ഥന, അത് സേവ് ചെയ്തിട്ടില്ല. മറിച്ച് അതിൻ്റെ അകത്ത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം, 4 കണ്ടൻറ്റ് വൈസ് റിച്ച് ആയിരിക്കണം. എപ്പോഴും ദൈവദർശനത്തിൽ വരുമ്പോൾ ഞാൻ വരച്ചിട്ട വരയിലൂടെ ദൈവം വളഞ്ഞും തിരിഞ്ഞും സഞ്ചരിക്കണമെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന ദൈവദർശനത്തിൽ സേവല്ല. സേവല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവദർശനം സേവായിരിക്കുന്നത് എന്താണെന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതാണ് ദൈവത്തിൻ്റെ ബ്രെയിനിൽ സേവായിരിക്കുന്നത്. എന്താണ്? ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയിലെ കണ്ടൻറ്റുകൾ എന്താണ്? ദൈ വിൽ ബി ഡൺ, ദൈ കിങ്ഡം കം. നിൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലെ നിന്റെ തിരുമനസ്സ് നിറവേറാൻ തുറന്ന ഒരു മനോഭാവം എനിക്ക് നൽകണമേ. അത് നിറവേറ്റാൻ ആവശ്യമായ ദൈവസ്നേഹം എനിക്ക് നൽകണമേ. പ്രാർത്ഥനയുടെ ഇന്ധനം എന്ന് പറയുന്നത് ദൈവസ്നേഹമായിരിക്കും. അപ്പോൾ ദൈവസ്നേഹമുള്ള ആൾക്കാർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് ആഗ്രഹിക്കത്തുള്ളൂ. വസ്തുസ്നേഹം ഉണ്ടാവും, വിഷയസ്നേഹം ഉണ്ടാവും. 3 തരം സ്നേഹങ്ങൾ മനുഷ്യരിൽ ഉണ്ടാവും. വസ്തുക്കളുള്ള സ്നേഹം ഉണ്ടാവും,
വിഷയത്തോടുള്ള സ്നേഹം ഉണ്ടാവും, ദൈവത്തോടുള്ള സ്നേഹവും ഉണ്ടാവും. പലപ്പോഴും പ്രാർത്ഥനയിൽ മുന്നിട്ട് മുഴച്ചു നിൽക്കുന്നതെല്ലാം ഈ വസ്തുസ്നേഹമായിരിക്കും. വസ്തുക്കളോടുള്ള സ്നേഹം അല്ലെങ്കിൽ വിഷയത്തോടുള്ള സ്നേഹം, അതൊക്കെ മനുഷ്യന് ആവശ്യമാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. വസ്തുക്കളും വിഷയങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം, അല്ലേ? ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, യേശുവേ മഹത്വം, മഹത്വം, ആരാധന, ആരാധന. മത്തായി 6:32. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം മറ്റുള്ളവയെല്ലാം ഉണ്ട്, അതിൻ്റെ അകത്ത് വിഷയമുണ്ട്, വസ്തുക്കളുമുണ്ട്. അപ്പോൾ ദൈവം അത് അവോയ്ഡ് ചെയ്യുന്നില്ല, ഓവർലുക്ക് ചെയ്യുന്നില്ല. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, വഴി, വെളിച്ചം, വെള്ളം എല്ലാം ദൈവം ഓവർലുക്ക് ചെയ്യണില്ല. ഒന്നും ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് പറയുന്നില്ല. അതെല്ലാം ആവശ്യമാണെന്ന് എനിക്കറിയാം. മറ്റുള്ളവയെല്ലാം ചേർത്ത് നൽകും, മറ്റുള്ളവയെല്ലാം. പക്ഷെ പ്രയോറിറ്റി വരണത് എന്താണ്? ആദ്യം ദൈവരാജ്യത്തിൻ്റെയും, ഇപ്പോൾ പ്രാർത്ഥനകളെല്ലാം ഓക്കെയാണ്, പക്ഷേ ആദ്യം ഒരു അടയാളം ദൈവം അവരന്വേഷിക്കും. ആദ്യം ദൈവം അടയാളം കാണിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിൻ്റെ ജീവിതം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം. അപ്പോൾ അതാണ്. പക്ഷേ അത് ഒരിക്കലും നമുക്ക് ആ ഒരു ഫയൽ മുന്നോട്ട് പോകത്തില്ല. കാര്യം ബൈബിൾ റീസെറ്റ് ചെയ്തിരിക്കണം അങ്ങനെയല്ല. ആദ്യം ദൈവരാജ്യവും അതിൻ്റെ നീതിയും. ആദ്യം നമ്മുടെ ഭാഗത്തു നിന്നാണ് ഇനിഷ്യേറ്റീവ് വരണത്. ഇപ്പം അവൻ പറയണത് പോലെ ചെയ്യണമല്ല ഉടമ്പടി, അല്ലേ? അവൻ പറഞ്ഞത് എന്താണ്? അവൻ ആദ്യം പറഞ്ഞത് എന്താ? അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതാണ് വിഷയം. ആദ്യം നമ്മുടെ ഭാഗത്തു നിന്നാണ് ഇനിഷ്യേറ്റീവ് വരേണ്ടത്. ഇപ്പോൾ ഈ ആദ്യം ദൈവരാജ്യവും അതിൻ്റെ നീതി അന്വേഷിക്കാൻ പറയുമ്പോൾ അതങ്ങനെ അന്വേഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് ഉടമ്പടിയെങ്കിൽ അവൻ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താ? മർക്കോസ് 1:15 വായിച്ചേ. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇവിടെ വളരെ കുറച്ച് സമയം നോക്കിവിടെ ഈ വചനത്തിൻ്റെ ജംഗ്ഷനാണിത്. അവിടെ നമുക്ക് കുറച്ച് നേരം ശ്രദ്ധിക്കേണ്ടി വരും. ഇവിടെ എന്താണ്? 6:33 മത്തായി എന്താണ്? ആദ്യം പറഞ്ഞ് ദൈവരാജ്യവും അതിൻ്റെ നീതി അന്വേഷിക്കുക. അതൊക്കെ അല്ലേ? ഇനി അവൻ പറഞ്ഞ ആദ്യത്തെ വാക്ക് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. എന്താ കാര്യം? ദൈവരാജ്യം. അത് വചനം വായിച്ച് മർക്കോസ് 1:15. അപ്പം മർക്കോസ് 1:15 മത്തായി 6:33 കൂടിയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതാണ് സംഭവം. ഇപ്പം മത്തായി 6:33 ആദ്യം ദൈവരാജ്യം അന്വേഷിക്കാൻ പറയുന്നുണ്ട്. ഇപ്പം മർക്കോസിൻ്റെ 1:15 എന്താ പറയണത്? ആദ്യം അന്വേഷിക്കേണ്ട ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അത് കരസ്ഥമാക്കാൻ ആദ്യം ചെയ്യേണ്ട ആദ്യത്തെ കാര്യമുണ്ട്. അതെന്താണത്? അനുതപിക്കുക. അതാണ് വിഷയം. ഉടമ്പടി ജീവിതം ആരംഭിക്കുന്ന അനുതാപത്തിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ തീപ്പെട്ടി ഉരച്ച് തിരി കൊളുത്തണ മുമ്പ് തന്നെ അനുതാപം കഴിഞ്ഞിരിക്കണം. അവിടെയാണ് ഈ വിഷയം കിടക്കണം. അവിടെ ഇത് തിരിയല്ല, 10 തിരി തീർന്നാലും ആ പിശാച് പഴയ പിശാച് തന്നെ ഇരിക്കും. പിന്നെ എങ്ങനെ ഇവിടെ വർക്കൗട്ട് ചെയ്യണേ? ചെയ്യത്തില്ല. അവിടെ വൈരാഗ്യം മാറിയിട്ടില്ല, ശത്രുത മാറിയിട്ടില്ല, മത്സരം മാറിയിട്ടില്ല, അവരുടെ ജീവിത രീതികളിൽ ദൈവത്തിന് നിരക്കാത്ത ഭാഗങ്ങൾ മാറിയിട്ടില്ല, ഒന്നുമേ മാറിയിട്ടില്ല. തിരി കത്തിച്ചാണ് ദൈവമായിട്ട് തിരി തിരുന്ന ആളാണെന്ന് ഇരിക്കുകയാണ്.
അതല്ല സംഭവം. തീപ്പെട്ടി ഉരക്കണ മുമ്പ് തന്നെ അനുതാപം നടന്നിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ദൈവരാജ്യത്തിന്റെ നന്ദിയായി അനുതാപത്തിന്റെ അഭിഷേകം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് കുറച്ച് സിൻസിയർ ആണെങ്കിലേ ഉടമ്പടി ഇങ്ങനെ പുതിയ പുതിയ സ്നേഹം നമ്മൾ ആദ്യം വായിച്ചല്ലേ വിലാപങ്ങൾ 3:22 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഏറ്റു പറഞ്ഞേ, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവിന്റെ സ്നേഹം അസ്തമിക്കണില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ ഗ്രഹണം സംഭവിക്കും. ഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രഹത്തിൻ്റെ മേലെ വേറൊരു ഗ്രഹത്തിന് നിഴൽ വന്നടിക്കും. അതോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകും. എന്താണ്? പ്രകാശം തരത്തില്ല. കർത്താവ് അപ്പോൾ ഗ്രഹം അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് വി ഡോണ്ട് ഫീൽ ഇറ്റ്, നമ്മളത് അനുഭവിക്കണില്ല. കർത്താവിൻ്റെ സ്നേഹം അസ്തമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, പക്ഷെ ഗ്രഹണം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ദൈവം അവിടെ ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു അവസ്ഥ പലരുടെയും. ദൈവമുണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യണില്ല. ഏതോ ഒരു നിഴല്, പാപത്തിൻ്റെ ഒരു കരിനിഴല് ഇതിൻ്റെ പേര് ഇങ്ങനെ അടിച്ചു മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസ്നേഹം നമുക്ക് ഫീൽ ചെയ്യണില്ല. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത്, അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആഴമായ അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. ഈ അനുതാപത്തിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഹൗ ടു റിപ്പൻറ്റ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. അനുദപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പക്ഷേ എങ്ങനെ റിപ്പൻറ്റ് ചെയ്യും? അത് എന്താണ്? അവൻ പറഞ്ഞതുപോലെ അനുദപിക്കണം. അതാണ് വിഷയം. നമുക്കിഷ്ടമുള്ള അനുദപിക്കാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞത് എന്താണ്? കൽപ്പനകളാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ അനുദപിക്കണമെങ്കിൽ അവൻ നൽകിയിരിക്കുന്ന ഒരു ഫോർമാറ്റുണ്ട് അനുതാപത്തിൻ്റെ. എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ മറ്റൊരു ദൈവം നിനക്കുണ്ടാവും. അപ്പോൾ ഈ മറ്റൊരു ദൈവം ആരും ആകാം. ജാതികളുടെ ദൈവങ്ങളാണ് തന്നെ ആകെ നിർബന്ധമില്ല, ദൈവസങ്കല്പങ്ങൾ തന്നെ ആകെ നിർബന്ധമില്ല. നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തോ അതാണ് നമ്മുടെ ദൈവം. ദൈവത്തിനല്ലാതെ
നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുത്താലും അത് ദൈവമായിട്ട് മാറും. അതാണ് മറ്റൊരു ദൈവം എന്ന് പറയുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, മറ്റൊരു ദൈവം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. കരങ്ങൾ വീശി വീശി പാടാം. തുല്യം ആരുമില്ലേ അങ്ങേപോലെ യേശുവേ, തുല്യം ആരുമില്ലേ അങ്ങേപോലെ യേശുവേ, ജീവനേ പുറപ്പാട് 23. പുറപ്പാട് 23. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാവരുത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആര് വന്നാലും അത് ദൈവമായിട്ടാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. അത് കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. നമ്മളറിഞ്ഞത് ശരിക്കും ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇടവക പള്ളിയിലൊക്കെ ഇരിക്കുക, പാവത്തങ്ങളുടെ പള്ളിയിൽ പോലും നമുക്ക് അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയായി. എന്താ കാര്യം? കാറുള്ളവരെല്ലാം കാറ് കൊണ്ടുവന്നിട്ട് വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്നിടും. അത് ആ മാവിൻ്റെ തൊട്ടിട്ട് മാറ്റിയിടാൻ പറഞ്ഞാൽ മാറ്റിയിടത്തില്ല. ജനത്തിന് ഇടയ്ക്കിടനെ കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ ഈ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന് നാട്ടുകാരെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കാറും അത് കൊണ്ടുവന്നിട്ടുള്ള മനസ്സും എല്ലാം വേറൊരു ദൈവത്തെ കൊണ്ട് അവരെ സ്വാധീനപ്പെടുത്തി അതിന് അടിപ്പെട്ട് ജീവിക്കുകയാണ്. നമ്മൾ വേറൊരു സ്ഥാനക്കാര്യത്തിൽ ഇപ്പം ചിലർ പള്ളി വരുന്നില്ല. എന്തുകൊണ്ടാണ്? കാറില്ല, പള്ളി വരുന്നില്ല. കാലം മാറി. പണ്ടും മുണ്ടില്ല, അതുകൊണ്ട് പള്ളി വരുന്നില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരു 19 കൊല്ലത്തിന് മുമ്പ് അങ്ങനെ ഇടുന്നത്. എന്തുകൊണ്ടാണ് ചേർത്തി പള്ളി വരാത്തത്? ചട്ടയും മുണ്ടില്ലെന്ന് അപ്പം ചട്ടയും മുണ്ടും മേടിച്ചു കൊടുക്കും നമ്മൾ. ഇന്ന് അങ്ങനെയല്ല, കാറില്ല അതുകൊണ്ട് പള്ളി വരുന്നില്ല. അങ്ങനെ ഉണ്ട്. വണ്ടിയില്ല, പള്ളി വരുന്നില്ല. ബൈക്കാണെങ്കിലും ഇപ്പോൾ വണ്ടിക്ക് വന്ന് നടന്നു വരാൻ പറ്റത്തില്ല. ഇതൊരു മറ്റൊരു ദൈവമായിട്ട് ഈ ബൈക്ക് വർക്കൗട്ട് ചെയ്യും ചില സമയത്ത്. വണ്ടിയില്ല അതുകൊണ്ട് പള്ളി വരുന്നില്ല, കുർബാനയ്ക്ക് വരുന്നില്ല. എന്തൊരു ബന്ധമാണെന്ന് നോക്കി. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇപ്പം ചില പറയത്തില്ലേ, ഉടുത്ത സാരി കഴിച്ചിട്ടിട്ടുണ്ട്. എന്താ കാര്യം? അടുത്ത കൂട്ടുകാർ അല്ലെങ്കിൽ നാത്തൂൻ അല്ലെങ്കിൽ ബന്ധു കൂട്ടുകാർ പള്ളിയിൽ വരുന്നില്ല. അവർ വരുന്നില്ലെങ്കിൽ പിന്നെ നീ എനിക്ക് കൂട്ടില്ല, ഞാൻ പോയില്ലെന്ന് പറയും. അത്ര റിലേഷൻ്റെ ഉള്ളു. ദൈവത്തിനേക്കാൾ വലുത് കൂട്ടുകാരിയായിട്ട് വന്നിരിക്കുകയല്ലേ. അതാണ് മറ്റൊരു ദൈവം എന്ന് പറയണത്. മറ്റൊരു ദൈവത്തിൻ്റെ വിളയാട്ടം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, വലിയ വിളയാട്ടമാണ്. ഇവരാരും ഉടമ്പടി ചെയ്യാൻ യാതൊരു ബാധ്യതയുമില്ല. ഇവർ ഉടമ്പടി ചെയ്യാൻ അധിക അവകാശമില്ല. ഉടമ്പടി ചെയ്യാൻ എന്താ കാര്യം? അവർ മറ്റൊരു ദൈവത്തെ, അത് ബന്ധുക്കളായിട്ടും സ്വന്തപ്പെട്ട വണ്ടിയായിട്ടും വീടായിട്ടും ഒക്കെ ഓരോ ആൾക്കാരെ സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ വടി കൊടുത്ത് അടിമടിക്കുന്ന കക്ഷികളാണ്. ദൈവത്തിൻ്റെ അടുത്താണ് ഈ വിട്ടി വർത്താനൊക്കെ പറയണമെന്ന് ഓർക്കണം നിങ്ങൾ. അപ്പം തന്നെ കൗണ്ടഡ് ആകത്തില്ലേ? നിങ്ങളൊരു വയസ്സ് ജന്മമായിട്ട് ദൈവം കരുതത്തില്ലേ? മക്കളില്ലാത്തവർ എപ്പോഴും ശ്രദ്ധിക്കണം. മക്കളില്ലാത്തവരെയും അതുപോലെ തന്നെ വിവാഹം താമസിക്കുന്നവരും വീട് താമസിക്കുന്നവരും എന്തെങ്കിലും കാര്യങ്ങൾ താമസിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടും പ്രയത്നിച്ചും പ്രാർത്ഥിച്ചും ഒരു സംഭവം നേടിക്കഴിഞ്ഞാൽ നമ്മളറിയാതെ ഈ സംഭവം വീടോ നാടോ അല്ലെങ്കിൽ ഈ വീടോ വ്യക്തികളോ ദൈവത്തിൻ്റെ ഒരു അവതാരമായിട്ട് മാറും. അജ്ഞാതമായ അവതാരങ്ങൾ അനുദപിക്കുക എന്ന് പറയുമ്പോൾ ഈ അജ്ഞാത അവതാരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പാരൽ ഗോഡ് അത് ഒരിക്കലും അതുമായിട്ട് നോക്കി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല.
പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുക്കൾ, വ്യക്തികള്, രാജ്യങ്ങള്, ഇടങ്ങള്, വീടുകള് എല്ലാം നിരുപാധികമായി കർത്താവുമായി ജീവിക്കുന്നതിന്റെ പേരില് ഒഴിഞ്ഞു കൊടുക്കുവാൻ എന്റെ ആത്മാവിനെ കൃപയുടെ വികാസം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ കാനഡയിൽ ഇടിച്ചു നിൽക്കും, ചിലക്ക് ആസ്ട്രേലിയയിൽ ഇടിച്ചു നിൽക്കും. ഒരിക്കൽ കയറിയൊരു വൈറസാണ് ഈ ആസ്ട്രേലിയൻ വൈറസ്. കാനഡ വൈറസ് ഉണ്ട്. അതുപോലെ ഓരോ ആ രാജ്യത്ത് എങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി ഇവർ പഠിക്കണ കുഞ്ഞുനാൾ തന്നെ ആ രാജ്യത്ത് പോയാൽ ശരിയാകും. അപ്പം അതിനുവേണ്ടി മനസ്സ് ട്രെയിൻ ചെയ്ത്, ചിന്ത ട്രെയിൻ ചെയ്ത്, ശ്വാസം, അതുപോലെ ആലോചന എല്ലാം ചെയ്ത് ഇതൊരു മറ്റൊരു വൈറസായിട്ട്, മറ്റൊരു ദൈവമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, അതെൻ്റെ ബൈബിളിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ, കർത്താവ് തിരുമനസ്സാണെങ്കിൽ നാളെ ഞങ്ങൾ ആ പട്ടണത്തിൽ പോകും. യാക്കോബ് ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യാക്കോബ് 4:13 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് 4:13. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പം ന്യൂസിലൻഡിൻ്റെ വൈറസ് കയറിയിട്ട് ന്യൂസിലൻഡ് വേറെ ഒരു ദൈവമായിട്ട് മാറരുത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞാൻ ന്യൂസിലൻഡിനെ വിശ്വാസിച്ചു, കർത്താവ് ഇപ്പോൾ അച്ഛൻ്റെ കൂടെ സംസാരിക്കുകയായിരിക്കും, എൻ്റെ കാര്യമായിരിക്കും പറയണം. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞിരിക്കണേ ഇത്രയേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിന്മേ കടിച്ചു തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ മർക്കട മുഷ്ടി എന്ന് പറയും, പിടിവിടാതിരിക്കും. അപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്, മാറ്റി ചിന്തിക്കണമെന്ന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഉടമ്പടിക്കുണ്ടാകും. ഉടമ്പടി നമുക്ക് ഭയങ്കര നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ വന്ന അഗ്നി നക്ഷത്രം പോലെ കാലവർഷം വരുന്നതിന് മുമ്പ്
അഗ്നിനക്ഷത്രം ഉദിക്കുമെന്ന് പറഞ്ഞില്ലേ 10 ദിവസം മുമ്പ്. അതുപോലെ അഗ്നിനക്ഷത്രം മോർണിംഗ് സ്റ്റാറായിട്ട് ഉദിച്ചത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അമ്മ എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, എന്താണ്? പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു ഉടമ്പടി, അതിന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് തന്നെ എന്താണ്? ഉടമ്പടി ജീവിതമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ വരാൻ പോകുന്ന ദുരന്തത്തെ കവറിങ് ഉണ്ട് അതിൻ്റെ അകത്ത്, മനസ്സിലായില്ലേ? അതിനാണ് ഉപ്പ്, തേന്, കാശുരൂപം, എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിരിക്കണേ. വരാൻ പോകുന്ന ദുരന്തം 2004 ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയണത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അത് പ്രകൃതി ദുരന്തമാകാം, ജീവിത ദുരന്തമാകാം. അപ്പം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴേ എന്ത് ദുരന്തത്തിന് എന്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുരന്തത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഉടമ്പടിയും ഉടമ്പടി ജീവിതവുമാണ്. ഉടമ്പടി ജീവിതം നമുക്ക് എന്താ തരണത്? വരാൻ പോകുന്ന ദുരന്തങ്ങളെ നിന്ന് സംരക്ഷണം നൽകും. ഈ ഔസേപ്പച്ചൻ പുതുമനയുടെ ഒരു സാക്ഷ്യം എങ്ങനെയാണെന്നറിയാമോ? ഇദ്ദേഹം ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കുളു മണാളിലൊക്കെ പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ ചിലരൊക്കെ കുറേ കഷ്ടപ്പാടൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും ഒന്ന് ഫ്രഷ് ആകാൻ പോകണമെന്ന് തോന്നും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് അങ്ങനെ പോകുന്നുണ്ട്, പല സ്ഥലങ്ങളിലൊക്കെ ഫ്രഷ് ആകാൻ പോകും. ഞാൻ വനത്തിലേക്കേ പോകത്തുള്ളൂ, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വനത്തിൽ പോകും. അവിടെ എവിടെയെങ്കിലും പോയി താമസിച്ച് അടിച്ചു പൊളിക്കാൻ പോകണമല്ല, അത് ശാന്തമായ പ്രകൃതിയിൽ വളരെ ചിലവ് കുറഞ്ഞ സ്ഥലത്ത് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചൊക്കെ ചിലവഴിച്ച് ഫ്രഷായിട്ട് പോകും. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകത്തുള്ളൂ, ഇവരെല്ലാം കൂട്ടിക്കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഫ്രഷാകാൻ വന്ന് ഫ്രഷായിട്ട് വരും, പ്രാർത്ഥിച്ച് ജപമാല അവിടെ കുർബാനയൊക്കെ ചൊല്ലി അങ്ങനെ പോരും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഔസേപ്പച്ചൻ പുതുമനയുടെ സാക്ഷ്യത്തിൽ പറയണത്, ഞാൻ കാശ്മീർ പോകാൻ വേണ്ടി 20,000 രൂപ മുടക്കി ഒരു അഡ്വാൻസ് കൊടുത്ത് വിനോദസഞ്ചാര ഏജൻസിക്ക് 20,000 രൂപ മുടക്കി ഒരു അഡ്വാൻസ് കൊടുത്ത്. അപ്പോൾ അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി ബ്രെഡ് കേട്ട് അഡ്വാൻസ് കൊടുത്തവിടെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡ് കേട്ടെ. ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നുണ്ട്, ബാലാവിൻ്റെ കഴുതയെക്കുറിച്ച് പറയുന്നുണ്ട്. നീ പോകുന്ന വഴികളിൽ നിനക്ക് ദുരന്തം ഉണ്ടാകുകയാണെങ്കിലേ അത് നിനക്കറിയാൻ പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം കഴുതയെപ്പോലും നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി നിലനിർത്തും. അപ്പോൾ ബാലാക്ക് എന്ന് പറയുന്ന ദുർപ്രവാചകൻ ബാലാവിനെ ബാലാം പ്രവാചകനാണ്, പ്രവാചകനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് ശപിക്കാൻ വേണ്ടി. അത് ദൈവത്തിൻ്റെ സ്വന്തം ജനതയായത് കാരണം ആ ശാപം, ആ പോകുന്ന പോക്ക് ദൈവഹിത പ്രകാരമല്ലാത്ത കാരണം അത് ബാലാവിന് തന്നെ ആപത്തുണ്ടാകുന്ന കാരണം ദൈവം ഈ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഈ ബാലാവിന് മുമ്പ് ഒരു ദൂതനെ വിട്ടിട്ട് ദൂതൻ വാളുമായിട്ട് നിൽക്കണത്. ഈ ബാലാം കാണത്തില്ല, കഴുത കാണും. കഴുത മാറി മാറി വരുമ്പോൾ ബാലാവിൻ്റെ അതിൻ്റെ പുറത്തിരിക്കുന്ന ബാലാവിൻ്റെ കാല് ഭിത്തിയിൽ ഉരഞ്ഞു പോകുമ്പോൾ അരിച്ചൻ പറഞ്ഞിട്ട് ഇപ്പം ഈ ബാലാം ഈ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്ന ദൂതനെ കാണുന്നില്ല, വഴി തടഞ്ഞ് നിൽക്കുന്ന ആളെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇയാളുടെ കഴുത തെമ്മടിത്തരം കാണിച്ച് കാരണം അയാളുടെ കാല് പോയി, അപ്പോൾ അയാളുടെ കഴുതയെ തല്ലും. അപ്പോൾ എന്നിട്ട് കഴുത സംസാരിക്കാൻ തുടങ്ങും. അതാണ് എൻ്റെ അപ്പോൾ ഈ പ്രവാചക വിഷയങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രസംഗവും കേൾക്കാം, സന്ദേശവും കേൾക്കാം. ഒരു പ്രസംഗമായിരിക്കും നിങ്ങൾ കേൾക്കണം, അതൊരു പ്രസംഗമല്ല എന്ന് പറയും. പക്ഷെ ദൈവ പൈതലാണെങ്കിൽ പറയും അത് പ്രസംഗമല്ല, സന്ദേശമാണെന്ന് പറയും. അതാണ് വിഷയം. അതാണ് സന്ദേശവും പ്രസംഗവും തമ്മിൽ. പ്രസംഗം കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറയണം ആ വിഷയത്തിൻ്റെ. സന്ദേശം ദൈവം നമ്മോട് അതിലൂടെ നേരിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഔസേപ്പച്ചൻ പുതുമനയ്ക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇത് നിന്നോട് സംസാരിച്ചാണെന്ന്. ദൈവത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്കിങ്ങനെ ജനറൽ മെസ്സേജ് കൊടുത്തിട്ട് പർട്ടിക്കുലറായിട്ട് നമുക്ക് പ്രത്യേക മെസ്സേജ് തരും. ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമാണ്, രസമാണ്. ദൈവമായിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇടിവെട്ട് ജീവിതമല്ലേ. അതായത് ജനറൽ മെസ്സേജ് കൊടുത്തിട്ട് അത് നിന്നെക്കാണെങ്കിൽ പറഞ്ഞിരിക്കണമെങ്കിൽ അത് നിനക്ക് അതിൻ്റെ ഇൻറ്റിമേഷൻ വരും. ഇപ്പോൾ ഇൻറ്റിമേഷൻ ഔസേപ്പിതാത്തിനോട് പറഞ്ഞ് ഇത് നിനക്കുള്ള മെസ്സേജാണ്, നിൻ്റെ ഈ കാശ്മീർ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള മെസ്സേജാണെന്ന് പറഞ്ഞു. ഉടനെ അത് വിശ്വസിച്ചു അദ്ദേഹം. അതാ ചിലർ വിശ്വസിക്കത്തില്ല. ചിലർ അതെനിക്ക് തോന്നിയാണെന്നൊക്കെ പറയും. ജഡിക മനുഷ്യനെ അങ്ങനെയുള്ള കുഴപ്പമുണ്ട്. ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും രണ്ട് സാരമില്ലേ. ഇപ്പോൾ ജഡിക മനുഷ്യനെ പറയും അതെനിക്ക് തോന്നിയതാണെന്ന് പറയും. നമ്മൾ ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ആത്മീയ മനുഷ്യൻ ആത്മാവിനാലും നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ പ്രചോദനങ്ങളെ ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യും. ജഡിക മനുഷ്യൻ തട്ടിക്കളയും, അതെനിക്ക് തോന്നിയതായിരിക്കും.
അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ തോന്നുന്നത്. പക്ഷേ ഇദ്ദേഹം ഉടനെ അത് കട്ട് ചെയ്ത് കളയും. ഏതാണ്? കാശ്മീർ ട്രിപ്പ് കട്ട് ചെയ്യും. അപ്പോൾ ഉടനെ ഏജൻസി പറയും, അച്ഛായ 20,000 രൂപ വെറുതെ പോകും. ആ പോട്ടെ, കർത്താവ് ഞാൻ അങ്ങോട്ട് പോകാൻ കർത്താവ് ആഗ്രഹിക്കണില്ലെന്ന് പറയും. അപ്പോൾ 20,000 രൂപ കളഞ്ഞുകൊണ്ട് പുള്ളി അത് കട്ട് ചെയ്യും. പക്ഷേ എന്താ സംഭവിച്ചത്? ആ ട്രിപ്പ് കാശ്മീരിൽ ചെല്ലുമ്പോൾ അവിടെ വെള്ളപ്പൊക്കമാണ്, കുറേ പേര് മരിച്ചു. അതാണ് വിഷയം. അപ്പോൾ ആ ട്രിപ്പിൽ പോകേണ്ടതാണ്. കർത്താവുമായിട്ട് ബന്ധമുള്ള കാരണം ട്രിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ ചില സമയത്ത് ഇതിനു വേണ്ടി മെയ്ഡപ്പ് ചെയ്ത് ദൈവമായിട്ട് നല്ല ബന്ധമില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കത്തില്ല. നമ്മൾ പോയി ദുരന്തം വലിച്ചു മേടിക്കും. ഇപ്പോൾ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടാണ് മാതാവ് ഉടമ്പടി തന്നിരിക്കണം. അപ്പോൾ ഉടമ്പടി പാക്കേജിൽ സംരക്ഷണ പാക്കേജ് ഉണ്ട്. അതെപ്പോഴും നമ്മൾ അറിയണം. ഉടമ്പടി ഉഴപ്പിയ ആ ദുരന്തത്തിൻ്റെ സംരക്ഷണം പോവും, ചെന്ന് പടി മേടിക്കും. ഉടമ്പടി ഉഴപ്പുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. നമ്മൾ ഉടമ്പടി ഉഴപ്പും എങ്ങനെയെങ്കിലും തൽക്കാലം അത് ഞാൻ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതാണ്, അത് നടന്നില്ലെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഉടമ്പടി ഉഴപ്പും. ഉടമ്പടി ഉഴപ്പുമ്പോൾ എന്താ സമയം അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്ന സംരക്ഷണമുണ്ട്. അത് നിൻ്റെ പിന്നിലും പുറകിലൊക്കെ വരികയില്ലേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ ആരാധന.